ഗൈസ് അങ്ങനെ പഞ്ചാബ് എഫ് സി അവരുടെ ഹെഡ് കോച്ചിനെ അടക്കമുള്ള ഒരു കോച്ചിങ് സ്റ്റാഫിനെ പ്രഖ്യാപിക്കുന്നു. സോ നമുക്ക് അവരിലേക്കൊന്ന് പോകുമ്പോൾ ഹെഡ് കോച്ച് എന്ന നിലയിൽ പനാജിയോട്ടിസ് ഡിൽബെറിസ്, അതുപോലെ അസിസ്റ്റന്റ് കോച്ചായിട്ട് കോൺസ്റ്റന്റീനോസ് കറ്റ്സാറാസ്, അതുപോലെ കണ്ടീഷനിങ് കോച്ച് എന്ന നിലയിൽ യോആനീസ്. ഗൈസ് ഞാൻ ഒന്നും കൂടെ പഠിച്ചിട്ട് വരാം. ഞാൻ എന്താണോ ഇങ്ങനെ ആയിപ്പോയത്, താൻ ചിന്തിച്ചിട്ടുണ്ടോ? ഗൈസ് എന്താണെങ്കിലും നമ്മുടെ മലയാളം കമൻറ്റേറ്റേഴ്സിന് അടക്കം നല്ല പണി വരാൻ പോകുന്നുണ്ട്. ഇത് നല്ല രീതിയിൽ പ്രൊനൗൺസിയേഷൻ ബുദ്ധിമുട്ടുണ്ട്. ഞാൻ പലതട്ടമൊക്കെ വായിച്ചു നോക്കി. എന്താണെങ്കിലും ഹെഡ് കോച്ചിലേക്ക് വരുമ്പോഴത്തേക്കും പനാജിയോറ്റിസ് അങ്ങനെ നമുക്ക് വായിക്കാൻ തൽക്കാലം. ഇനി എങ്ങനെയാണ് കറക്റ്റ് പ്രൊനൗൺസിയേഷൻ എന്നുള്ളത് എനിക്കറിയത്തില്ല. സോ അദ്ദേഹത്തിലേക്ക് വരുമ്പോൾ ഒരു ഗ്രീസ് പരിശീലനമാണ്. മുമ്പ് വർക്ക് ചെയ്തിട്ടുള്ള സ്റ്റൈക്കേഴ്സ് വെർഗറ്റിസും ഒരു ഗ്രീസുകാരനായിരുന്നു. പഞ്ചാബിന് എന്താണ് ഒരു ഗ്രീസ് കണക്ഷൻ അല്ലെങ്കിൽ ഒരു ഗ്രീസിനോട് ഇഷ്ടം എന്നുള്ളത് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു ഗൈസ്. എന്താണെങ്കിലും ഇദ്ദേഹത്തിലേക്ക് വരുമ്പോൾ ഏതാണ്ട് 17 വർഷത്തെ ഒരു കോച്ചിങ് കരിയറുണ്ട്. മാത്രമല്ല ഒരു ഹെഡ് കോച്ച് എന്ന നിലയിൽ നോക്കുകയാണെങ്കിൽ 10-15 വർഷത്തോളം അദ്ദേഹം പ്രവർത്തിച്ചു വരികയാണ്. ഒരു പ്ലെയർ എന്ന നിലയിൽ നോക്കുകയാണെങ്കിൽ ഒരു 10-15 വർഷത്തെ ഒരു കരിയർ നമുക്ക് കാണാൻ സാധിക്കുമെന്നുള്ളതാണ്. ഒരു ഗോൾ കീപ്പർ എന്ന നിലയിലാണ് അദ്ദേഹത്തിൻ്റെ കരിയറിൽ കളിച്ചിട്ടുള്ളത്. പക്ഷേ അങ്ങനെ ഈ ഒരു കാലയളവിലാണ് 100-ന് താഴെ മത്സരങ്ങളൊക്കെ കളിച്ചിട്ടുള്ളൂ എന്നുള്ളത് മറ്റൊരു വസ്തുതയാണ്. എന്താണെങ്കിലും ഏറ്റവും ഒടുവിലായിട്ട് അദ്ദേഹം വർക്ക് ചെയ്തത് ഒരു ഗ്രീസ് ക്ലബ്ബിൽ തന്നെയാണ്. AE എർമിയോനിഡാസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്ലബ്ബിലാണ്, ഒരു ലോവർ ടയർ, അതായത് ഒരു 3rd ടയർ ക്ലബ്ബിലാണ് എന്നുള്ളതാണ്. പക്ഷേ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ സീസണിലാണോ ഈ സീസണിൽ അവർ റെലഗേറ്റ് ആയി പോകുന്നൊരു സാഹചര്യം ഉണ്ടായി എന്നുള്ള ഒരു വസ്തുത അവിടെ നിലനിൽക്കുന്നു. അതുപോലെ തന്നെ അദ്ദേഹം ഹെഡ് കോച്ച് എന്ന നിലയിൽ ഏതാണ്ട് 10-11 വർഷമായിട്ട് വർക്ക് ചെയ്യുന്നു. അതിൽ ഈ 11 വർഷം 11 ക്ലബ്ബുകളിൽ വർക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളതും മറ്റൊരു പ്രത്യേകതയാണ്. അങ്ങനെ മൊത്തത്തിൽ നോക്കുന്ന സമയത്ത് ഇൻ പേപ്പർ ഒരു വലിയ പ്രൊഫൈലുള്ള ഒരു കോച്ചൊന്നും അല്ല. പിന്നെ UEFA A ലൈസൻസ്ഡ് കോച്ചാണ്. സാധാരണഗതിയിൽ നോക്കുകയാണെങ്കിൽ പ്രോ ലൈസൻസ്ഡ് ആയിട്ടുള്ള കോച്ചസ് ആണല്ലോ വരുന്നത്. അപ്പം അങ്ങനത്തെ ഉള്ളൊരു വസ്തുതയോടെയുണ്ട്. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം ഒരു അക്കാഡമിക് ലെവൽ, അതായത് ഗ്രാസ് റൂട്ട് കോച്ച് എന്ന ലെവലിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പം പഞ്ചാബ് എഫ് സിയുടെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം അവർ യങ്സ്റ്റേഴ്സിനെ ഡെവലപ്പ് ചെയ്യുന്ന ഒരു കൈൻഡ് ഓഫ് ക്ലബ്ബാണല്ലോ. അപ്പം ആ രീതിയിൽ വർക്ക് ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശത്തിലായിരിക്കണം ഈ ഒരു സൈനിങ് നടത്തിയതെന്ന് വേണം മനസ്സിലാക്കാം. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഏത് കോച്ച് വന്നാലും പുറത്ത് സക്സസ് ആകാതെ ഇവിടെ സക്സസ് ആയ ചരിത്രം, അതിനെപ്പറ്റിയൊക്കെ നമ്മൾ മുമ്പ് ഇപ്പം മിഗാൽ സാറുടെയൊക്കെ വരവിനോട് അനുബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ളൊരു കാര്യം നമുക്ക് ഇതിൽ എടുത്ത് പറയേണ്ടതാണ് എന്നുള്ളതാണ്. ഇനി അടുത്തത് കോൺസ്റ്റന്റീനാസ് എന്ന് പറഞ്ഞിട്ടുള്ള അസിസ്റ്റന്റ് കോച്ചിലേക്ക് വരുന്നൊരു സമയത്ത് അദ്ദേഹം പറഞ്ഞ ഒരു 10-20 വർഷത്തെ കോച്ചിങ് എക്സ്പീരിയൻസ് ഉണ്ട്. അദ്ദേഹം ഏറ്റവും ഒടുവിൽ ഒരു ഗ്രീസ് ലോവർ ടയർ ക്ലബിൻ്റെ ഒരു മാനേജർ എന്ന നിലയിൽ തന്നെ പ്രവർത്തിച്ച് വന്നിട്ടുള്ള ആളാണ്. അദ്ദേഹം പറഞ്ഞ പോലെ അസിസ്റ്റന്റ് കോച്ച് എന്നതിലുപരി ഹെഡ് കോച്ചസ് എന്ന നിലയിലൊക്കെ ഒരു പ്രവർത്തന പരിചയമുണ്ട് എന്നുള്ളതാണ്. ഓൾസോ ഫ്രം ഗ്രീസ്. സോ അടുത്തത് സ്ട്രെങ്ത് ആൻഡ് കണ്ടീഷനിങ് കോച്ച് എന്ന നിലയിൽ പറഞ്ഞ പോലെ പപ്പായാനു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോച്ചാണ്. പറഞ്ഞ പോലെ 10 വർഷത്തിന് മുകളിൽ എക്സ്പീരിയൻസ് ഇദ്ദേഹത്തിനും അവകാശപ്പെടാനുണ്ട് എന്നുള്ളതാണ്. സോ അങ്ങനെ ഞാൻ പറഞ്ഞ പോലെ ഒരു ഗ്രീസ് സഖ്യത്തെയാണ് ഇറക്കുമതി ചെയ്യുന്നത് പഞ്ചാബ് എഫ് സി. സോ ആദ്യത്തെ ഒരു ഇതിൽ വന്നപ്പം സ്റ്റൈക്കേഴ്സ് വെർഗറ്റിസ് I-ലീഗിൽ സക്സസ് ആയിരുന്നു. ISL കഴിഞ്ഞ വർഷം നോക്കി കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് ഫേസിലേക്ക് എത്തിയപ്പം ഒരു നല്ല രീതിയിലൊക്കെ ഗെയിം ഇത് ചെയ്ത് വന്നതാണ്. എന്താണെങ്കിലും ഈ പുതിയ ഗ്രീസ് സഖ്യം എങ്ങനെ ആക്ട് ചെയ്യും എന്നുള്ളത് ഉറപ്പായിട്ടും നമുക്ക് നോക്കി കാണേണ്ടതാണ് ഗൈസ്. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് ഉറപ്പായിട്ടും ഒന്ന് കമ്പോസിനോട് കാണി. ഷൈൻ സനി ഓഫ്.